मैं जानता हूं कि आप सब लोग आज के इस तत्काल बैठक की आवश्यकता का कारण जानने के लिए बहुत उत्सुक हैं। प्रेस वाले इस बैठक के नतीजे जानने के लिए बाहर बड़ी बेसब्री से हमारा इंतजार कर रहे हैं। आप लोग शोर तो सुन रहे हैं ना? मेनन जी, गृह मंत्री होने के नाते आपको कुछ सख्त कदम उठाने ही पड़ेंगे। पब्लिक इज एंग्री एंड एजिटेटेड। जनता कार्लोस की गिरफ्तारी मांग रही है। नथिंग लेस देन द अरेस्ट ऑफ कार्लोस विल सैटिस्फाई देम। ऊपर से बहुत प्रेशर है, उनका भी यही इंस्ट्रक्शन है। मुख्यमंत्री जी, मैं कुछ मत बोलिए मेनन जी, कार्लोस को गिरफ्तार करना ही होगा। यू मे सर्वाइव बट आई विल लूज माई चेयर, और वो मुझसे बर्दाश्त नहीं होगा। अंडर द सर्कमस्टांसेस आई विल बी कंपल्ड टू आस्क फॉर योर रेजिग्नेशन। मैं जानता हूं शायद इस बात से इस मंत्रिमंडल की मौत हो सकती है, लेकिन मुझे अपने आप को बदनामी से बचाना है। मैं मजबूर हूं। There is no evidence against Carlos. On what basis can I order his arrest? मेनन जी, मैं जानता हूं कार्लोस को गिरफ्तार करना आपके लिए बहुत दुख देने वाली बात है, लेकिन एक बात आपको बता दूं, पुलिस एसोसिएशन इस बार बहुत स्ट्रांग है। सी द ऑफिशियल पिटीशन ऑफ द पुलिस एसोसिएशन। और मेनन जी, आपके भी नाम एक होगा, बाहर आपका इंतजार करता हुआ। ये क्या है? What is this, Mr. David? सर, यह पुलिस एसोसिएशन की तरफ से एक अर्जी है। हमारी मांग है कि चंद्र कुमार की मृत्यु का जांच एक जज से करवाए और कार्लोस को गिरफ्तार करे। अन्वेषण अंदर बरने को Definitely within 24 hours we will take necessary action and the guilty will be punished. Thank you, sir. चलो എവിടെ? അതെ ശരി. ഇത് പണ്ട് സീസർ വിളിച്ചതുപോലെയാ, യു ടു ബ്രൂട്ടസ്. അതല്ല, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അസോസിയേഷന്റെ ഖജാൻജിയാ ഞാൻ. എന്തെങ്കിലും ചെയ്യണം സർ. മുഖം രക്ഷിക്കാൻ വേറെ മാർഗമില്ല. നിൽക്ക കളിക്കും വേറെ മാർഗമില്ല. ഉളുത്തി കളിച്ച് കളിച്ച് തമ്പുരാന്റെ മർമ്മത്തോട്ടാ കളി. ആഹാ, അത് കൊള്ളാം. നിങ്ങളുടെയൊക്കെ മോന്ത രക്ഷിക്കാനും കസേര സൂക്ഷിക്കാനും എന്നെ കിട്ടിയുള്ളോ? എന്നെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്താൽ തന്റെ മൊത്തങ്ങോ മോന്തി അങ്ങോട്ട് ഭംഗിയാവും. അയ്യടാ, അതേ പള്ളി പറഞ്ഞാ മതി. ഏത് പള്ളി പറയണം? ഭരണങ്ങാനത്ത് പള്ളി പറഞ്ഞാ മതി. പെരുന്നാളിന്. മനസ്സിലായോ? അല്ല കാർലോസേ, താനൊന്നും പറയണ്ടോ. എടോ, പരിചയമുള്ള പോലീസുകാര് രണ്ടിടി കൂടുതലിടിക്കും. അത് നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഇങ്ങനെ നന്ദിയില്ലാത്തൊരു വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കാർലോസേ, നമ്മൾ മൂന്നുപേരും ഒന്നായിട്ട് വന്നു, ഒന്നായി വളർന്നു, ഒന്നായി നിലനിൽക്കണം. അയ്യോ, പഴയ കഥയാ. ഫ്ലാഷ് ബാക്കിന് പോകാതെ ബോറടിക്കും. പുതിയതായിട്ട് വല്ലതും പറയാനുണ്ടോ? പുതിയ കാര്യം തന്നെയാ പറയുന്നത്. നമ്മുടെ സുഹൃത്ത് ബന്ധമാണ് ഇന്ന് എനിക്കും ഇയാൾക്കും തനിക്കും എല്ലാം ഉപദ്രവം. ഓഹോ, അത് ശരി. നമ്മൾ നല്ല സുഹൃത്തുക്കളല്ല, ശത്രുക്കളാണെന്നെങ്കിലും ഭാവിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ താൻ പറഞ്ഞു വരുന്നത്? താൻ ഭാവിച്ചോ? അതിന് എന്നെ എന്തിനാണോ അകത്തിടുന്നത്? അതല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. താൻ ഭാവിക്കണോ? കാർലോസേ, താൻ ചൂടാവാതെ. തന്നെ ഇയാളൊന്ന് അറസ്റ്റ് ചെയ്യും, ഒരൊറ്റ ദിവസം. അല്ലെങ്കിൽ വേണ്ട, ഒരു 5-6 മണിക്കൂർ. ഇത് നല്ല ഏർപ്പാട്. എന്റെ പേരിൽ എന്നതാ കുറ്റം? ഞാൻ കള്ളക്കടത്ത് നടത്തിയോ? അതോ ഞാൻ വല്ലവരും കൊന്നോ? ഇല്ലല്ലോ, തെളിവൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഞാൻ ചെയ്തു പറഞ്ഞ് ഞാൻ അകത്ത് പോകണം നിങ്ങളെ രക്ഷിക്കാൻ. കൊള്ളാം കൊള്ളാം മേനോനെ. തമ്പ്രാന്റെ ചോറിങ് തന്നേരെ. അടിയന്റെ വിശക്കാതിരിക്കാനുള്ള മരുന്നുണ്ട്, ആ തമ്പ്രാൻ കഴിച്ചോന്ന് പണ്ടൊരുത്തം പറഞ്ഞ പോലെയായി. നേരം അങ്ങ് വെളുത്ത തന്റെ വക്കീല് വന്ന ആ നിമിഷം ജാമ്യം തരും. തന്നില്ലെങ്കിലോ? അത് തരാതിരിക്കോ? ഇരിക്കുമല്ലോ. എന്താ ഞങ്ങളെ വിശ്വാസമില്ലേ തനിക്ക്? ഇല്ലല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഇല്ലല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ നിന്നു പോകുന്നതാ. എന്നെ പിടിച്ചകത്തിട്ടിട്ട് നിങ്ങൾ എന്നെ വിട്ടില്ലെങ്കിലോ? ഉള്ളതും ഇല്ലാത്തതുമായ ചാർജ് മുഴുവൻ എൻ്റെ പേര് ചെയ്താലോ? ജാമ്യം തരാതെയും കൊഫോ പൊസായും ഗിഫോ പൊസായും ഒക്കെ വെച്ച് എന്നെ പിടിച്ചകത്തിട്ട് എൻ്റെ പിള്ളേരെയും തല്ലിച്ചതച്ച് എന്നെ നാനാവിധമാക്കിയാൽ ഞാൻ എന്തോ ചെയ്യും. അതൊന്നും ചെയ്യാൻ നിങ്ങൾ മടിക്കത്തില്ല. സ്നേഹമൊക്കെ സ്നേഹം. താനിപ്പോ പറഞ്ഞല്ലോ മോന്ത് രക്ഷിക്കുന്ന കാര്യം. അതിനു വേണ്ടി താനൊക്കെ ഇതിനപ്പുറവും ചെയ്യും. ഇല്ല കാർലോസ്, എന്നെ വിശ്വാസമില്ലേ? പ്ലീസ്. ഇല്ല, എനിക്കൊരുത്തനെയും വിശ്വാസമില്ല. പക്ഷെ നിങ്ങൾ എന്നെ വിടും, അതെനിക്കറിയാം. അങ്ങനെ ചിരിക്കാതെ. തന്നെയൊന്നും വിശ്വാസമുള്ളതുകൊണ്ടല്ല, വിട്ടില്ലെങ്കിലേ പ്രശ്നവാ. വാ. ഞാൻ എന്താ മനസ്സിൽ കണ്ടതെന്ന്
നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിക്കാം. 72 ഇലക്ഷന് 25 ലക്ഷം രൂപ കാർലോസ് സംഭാവന വന്നപ്പോ KG മേനോന്റെ പ്രകടനം. തങ്കപ്പ ഇലക്ഷനൊക്കെ ജയിച്ച് താൻ അണക്കെട്ട് മന്ത്രി ആയപ്പോ ലോഡ് കണക്കിന് സിമന്റ് നമ്മൾ 3 പേരും കൂടെ അങ്ങനെ വിഴുങ്ങി ചാപ്പിട്ടോണ്ടിരിക്കുന്ന രംഗം. തങ്കപ്പ തന്നെ സസ്പെൻഡ് ചെയ്ത പാവം പിടിച്ചൊരു DSPയെ കുത്തിക്കൊന്ന ഡേവിഡ്. താനൊന്ന് വെറും സർക്കിളാ സമിച്ച. ഇനിയും ഒരുപാടെണ്ണമുണ്ട്. 70 ഇപ്പുറത്തേക്കുള്ളതാണ് നമ്മളിപ്പോ കണ്ടത്. അത് തന്നെ ഇനിയും ധാരാളമുണ്ട്. 70 പുറകോട്ട് നമ്മൾ പോയാൽ നമ്മൾ നിൽക്കുന്നത് ചേരിയിലായിരിക്കും. അന്ന് നമ്മൾ 3 പേരും കൂടി പ്ലാൻ ചെയ്ത് വർഗീയലകളെ ഉണ്ടാക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് അവരവിടെ നിന്ന് ഓടിച്ച് അവിടെ ഫ്ലാറ്റ് കെട്ടി നമ്മൾ വിറ്റു. അതിന്റെയും തെളിവുണ്ട്. ആ എന്നെ അകത്തിട്ടിട്ട് പുറത്ത് വിട്ടില്ലെങ്കിലേ ഇതൊക്കെ ഇവിടുത്തെ കരപ്രമാണിമാര് കാണും, മുകളിലിരിക്കുന്ന പ്രമാണിമാരും കാണും. ഓർമ്മയുണ്ടല്ലോ തങ്കപ്പ? വിളിക്കടാ സ്വാമിയെ. വിലങ്ങ് വെക്കണമെങ്കിൽ വെച്ചോ. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഹാ വെക്കുന്നേ, വെച്ചോളൂ, ഒരു ഭംഗിയല്ലേ. തങ്കപ്പോ നമ്മുടെ വിലങ്ങുലിരിപ്പുണ്ടോ? ഉണ്ട്. ഒരെണ്ണം ഇങ്ങടുത്തേ. ആ പിന്നെ എന്റെ പേരുള്ള ചാർജ് ഷീറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് തന്നേ. ഇതേ അവിടെ വെച്ചാ മതി. സ്വാമി എഴുതി തരും. സ്വാമിയെ ഏത് പൊന്നുമോനും പുല്ലുപോലെ ജാമ്യം തരുന്ന പോയിന്റ്സ് ഒക്കെ വെച്ച് ഒന്ന് എഴുതി ഈ സാധനയിലോട്ടൊന്ന് കൊടുത്തേ. യെസ്, കം ഇൻ. കാർലോസിന് ജാമ്യം കൊടുത്തോ? കൊടുത്തു. ചേരി നിവാസികളും തുറമുഖ തൊഴിലാളികളും ഒക്കെ വലിയ സ്വീകരണമായിട്ടാ കൊണ്ടുപോയത്. വൈകിട്ട് ഏതോ മീറ്റിങ്ങിന് പ്രസംഗം കൊണ്ടുപോലും. എന്താ എന്നോട് വരാൻ പറഞ്ഞത്? എന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ചില ഊഹമൊക്കെ ഉണ്ട്. കാർലോസ്? അതെ, അയാൾ പഴയ പോലെ അല്ല ഡേവിഡെ. അയാൾ മേലാളിനും നമ്മളൊക്കെ കുടിയാന്മാരുമാണെന്നുള്ള മട്ടിലാണ് പെരുമാറ്റം. അങ്ങനെ ധരിക്കുന്നതിലും തെറ്റില്ലല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയവും ഈ കുപ്പായൊക്കെ ഒരു ദിവസം താങ്ങി നിർത്തുന്നത് അവന്റെ പണമല്ലേ? 15 വയസ്സുള്ള എന്റെ മൂത്തവൻ കഴിക്കുന്നത് സ്കോച്ചാണ്. ചിലപ്പം ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നും. ദുസ്വപ്നങ്ങൾ കണ്ടിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോ ഒരു മിത്രമാ പിശാചിന്റെ രൂപത്തിൽ സ്വപ്നത്തിൽ വരുന്നത്. കാരണം ഈ സുഖങ്ങളൊന്നും വിടാൻ എനിക്കും നിങ്ങൾക്കും താല്പര്യമില്ല. ഇല്ല, ഇത് തുടർന്നും അനുഭവിക്കണമെങ്കിൽ മാർഗം ഒന്നേ ഉള്ളൂ. കാർലോസിനെ ഒതുക്കണം. നിയമത്തിന്റെ മുന്നിലേക്ക് കാർലോസിനെ കൊണ്ടുവന്നാൽ അതിന്റെ റിയാക്ഷൻ ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളായിരിക്കും. ഒന്നുകിൽ അവന്റെ ആൾക്കാരുടെ പിച്ചാത്തിപ്പിടി, അല്ലെങ്കിൽ അവൻ തൂങ്ങുന്നതിന് മുമ്പ് സർക്കാരിന്റെ കാര്യത്തിൽ നമ്മൾ തൂങ്ങും. നിത്യവും വൈകിട്ട് ഞാൻ വായിച്ചില്ലെങ്കിലും വീട്ടിൽ അവൾ വായിക്കുന്നത് കേൾക്കാറുണ്ട്. ബൈബിൾ. ഗോലിയാത്തിനെ വീഴ്ത്തിയത് ഒരു ദാവീദാണ്. അതെ, കാർലോസിന് തുല്യനായ ഒരു അണ്ടർവേൾഡ് കിങ് ഇന്നിവിടില്ല. ഉണ്ടായിരുന്നു ജബാർ പട്ടേലും യൂസഫ് ഖാൻ. നമ്മുടെ സഹായത്തോടെ കാർലോസ് തന്നെ അവരെ ഒതുക്കി വെച്ചിരിക്കുകയാണല്ലോ. ഇന്ന് അവർ നടത്തുന്ന ചെറിയ ചെറിയ ആക്ഷൻസ് പോലും കാർലോസിന്റെ ഭിക്ഷയാണ്. അയാളെ ഒതുക്കാൻ പുതിയ ഒരുത്തൻ വളർന്നു വരേണ്ടിയിരിക്കുന്നു. പറയൂ, ആരാ ഇവൻ? കണ്ണൻ നായർ. കണ്ണൻ നായർ. ജാതി ചോദിക്കുന്നില്ല ഞാൻ. ഇവന്റെ കയ്യിലിരിപ്പ് എന്താ? അത്ര പന്തിയല്ല. അതാണല്ലോ അകത്തു പോയത്. ഓഹോ, ജയിലിലാണോ? ആ, സബ് ജയിലിൽ. ബയോഡേറ്റ അത്ര സുഖമുള്ളതല്ല സർക്കാരിന്റെ കണ്ണിൽ. വയസ്സ് 27. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോംബെ. മലയാളി. വിദ്യാഭ്യാസം 5ാം ക്ലാസ്സും ഗുസ്തിയും. ഓ, അതിൽ ഈ ഗുസ്തിയാണ് നമുക്ക് ആവശ്യം. അതിന് കുറെ സബ് ഡിവിഷൻസ് ഉണ്ട്. നല്ലൊരു ഡീസൽ എഞ്ചിൻ മെക്കാനിക് കൂടിയാ കക്ഷി. പക്ഷേ പ്രധാന ജോലി സിനിമയിലാ. സിനിമയിലാണെന്ന് പറഞ്ഞ? ആ, ഡ്യൂക്ക്. സിനിമ ഡ്യൂക്ക്. ജീപ്പ് ജമ്പിങ്, കാർ ചേസിംഗ്, 10ാം നിലയിൽ നിന്ന് കീഴോട്ട് ചാട്ടം. ഓഹോ. യൂസഫ് ഖാന്റെ ഗാങ് ഇവനെ മുതലാക്കാറുണ്ടായിരുന്നു. കുഴപ്പം പിടിച്ച സ്മഗിൾഡ് ഗുഡ്സിന്റെ മൂവ്മെന്റ്സ് ഇവനാ നടത്താറ്. വെറും ദിവസക്കൂലിക്ക്. ഡെയർ ഡെവിൾ ഡ്രൈവിംഗ് അല്ലേ.
പോലീസിന്റെ കയ്യിൽ ഇവനെ കിട്ടാറേയില്ല. പക്ഷെ ഒരിക്കൽ കിട്ടി. അതാണിപ്പോ അകത്ത്. വേറെ നിർഭാഗ്യം, കാറിന്റെ ടയർ വെടിതീർന്നു പോയി. നാളെ അവന്റെ വിധി പറയുന്നത്. മിനിമം 2 വർഷത്തേക്ക് ശിക്ഷിക്കും. എവിഡൻസ് എല്ലാം അവനെതിരാ. പ്രോപ്പർ അഡ്വക്കേറ്റ്സും ഉണ്ടായിരുന്നില്ല. ദിവസക്കൂലിക്കാരന് വേണ്ടി യൂസഫ് ഖാൻ റിസ്ക് എടുക്കില്ലല്ലോ. ആ മജിസ്ട്രേറ്റിനോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ. കാർലോസിനെതിരായിട്ട് ഇവൻ മതിയാവോ? എനിക്ക് സംശയമാണ്. എനിക്ക് സംശയമില്ല. മര്യാദയ്ക്ക് വണ്ടിപ്പണി ചെയ്ത് നടന്ന എന്റെ കണ്ണേട്ടനെ ഈ കോലത്തിലാക്കിയത് നിങ്ങളൊക്കെ കൂടിയാ. നീ ഒരുത്തനാ. അതെ, അപ്പുവിന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതല്ലേ, ക്ഷമിച്ചേടാ. കുട്ടിനെയും കൂടി ചേർത്തേ ഞാൻ പറഞ്ഞത്. ആ കരയാതെ മോളെ, വലിയ ശിക്ഷയൊന്നും കാണത്തില്ല. കൂടിയാ 1 വർഷം, അത് കഴിഞ്ഞ് അവനിക്ക് വരും. അയ്യോ, 1 വർഷോ? അപ്പൊ അതും കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങളുടെ കല്യാണം. പരോളിൽ ഇറങ്ങുമ്പോ വേണേ കേട്ടാം. ആ നേരാ, ഇപ്പൊ അതിനും വകുപ്പുണ്ട്. ബക്കോസ് ബന്ദ് കറോ, ജെസ്റ്റാ വരാ. कन्नन नायर हाजिर हो, कन्नन नायर हाजिर हो, कन्नन नायर हाजिर हो। കണ്ണേട്ടാ, ഇരിക്കും മോളെ. ऑर्डर ऑर्डर। कन्नन नायर, फैसला सुनाने से पहले तुम्हें कुछ कहना है? जज साहब, मुझ पर दया कीजिए। मैं एक सीधा साधा आदमी हूं, अच्छा आदमी हूं, डीजल इंजन का मैकेनिक हूं। कभी कभी हिंदी फिल्म का स्टंट डायरेक्टर मेरे पास आता है और मुझे हीरो का ड्यूब बनने को कहता है। सब मुझे एक भला इंसान मानते हैं साहब, मेरा आदर करता है साहब। जज साहब, अगर आपको यकीन नहीं है तो अमिताभ जी से पूछ लीजिए, और अनिल कपूर से पूछ लीजिए, और धर्म जी से पूछ लीजिए। नहीं जानते? धर्मेंद्र जी, हमारा धर्मेंद्र, इनसे पूछ लीजिए। सर, ഞാൻ നിരപരാധിയാണ് സർ, ഞാൻ പാവമാണ് സർ, എന്നെ വെറുതെ വിടണം. सरकारी वकील की जिरा और गवाहों के बयानात सुनने के बाद अदालत इस नतीजे पर पहुंची है कि कन्नन नायर बेकसूर है। इसलिए ये अदालत कन्नन नायर को बाइज्जत बरी करती है। क्या हुआ? കുടിക്കാൻ കുറച്ച് വെള്ളം. മോളെ, വിനു മോളെ, നീ ഇറങ്ങി വന്നേ. ദേ അവൻ എത്തി. ഓ, എന്ന് പറഞ്ഞ പിന്നെ പ്രധാനമന്ത്രി അല്ലേ വരുന്നത് ഇറങ്ങി വന്ന് സ്വീകരിക്കാൻ? 10 കാശുണ്ടാക്കാൻ വേണ്ടി പകലന്തിയോളം റോഡിലും ബീച്ചിലും ഡാൻസ് കളിച്ച് മനുഷ്യൻ വയറ് കരിഞ്ഞു വന്നിരിക്കുമ്പോഴാണ് ഓരോ പുതിയ കൂത്ത്. നീയൊന്ന് പുറത്തേക്ക് വന്നേ മോളെ. നിന്നെ കാണുന്നല്ലേ അവന്റെ സന്തോഷം. എനിക്ക് ഒരുത്തനെയും കാണുകയും വേണ്ട, സന്തോഷിക്കുകയും വേണ്ട. ചേടാ, ഇത് നല്ല കൂത്ത്. ഇതങ്ങോട്ട് കുടിച്ചേ. സിമന്റ് തറ കിടന്നെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. क्या मैं पी सकता हूं? തൊട്ട് നോക്കാൻ ഒന്നുമില്ലേ ബാബാ? അകത്തോട്ടില്ലേ? വിനു അകത്തുണ്ട്. കണ്ണൻ അച്ചാറുണ്ടോന്നാ ചോദിച്ചത്. വീനുവിനെ തൊട്ട് എങ്ങനെയാ? എനിക്ക് ചെലവിന് തരാൻ വന്നിരിക്കുന്ന ഒരു കാമദേവൻ. എനിക്ക് കള്ളന്റെ കൊള്ളക്കാരന്റെ ഒന്നും ഒരു ഓശാരവും വേണ്ട. വഴിയരികെ ഡാൻസ് കളിച്ച് തന്നെ ഞാൻ ജീവിച്ചോളാം. ആ ജുഹു ബീച്ചിൽ ഇളനീര് വെക്കുന്ന ഒറ്റക്കാലം പഞ്ചാബി 3 തവണ എനിക്ക് ലവ് ലെറ്റർ തന്നാ. ഒറ്റ പ്രാവശ്യം ഞാൻ മറുപടി കൊടുത്തോ? ഇല്ല. നാളെ ആവട്ടെ, ഐ ലവ് യു ഡാർലിംഗ് എന്ന് എന്നോട് പറഞ്ഞ ഒരു മറുപടി കൊടുക്കണം. അരേ തും ക്യാ ബോലാ? ഐ ലവ് യു ഡാർലിംഗ് നോ? നിന്റെ ഒറ്റക്കാലം പഞ്ചാബിയുടെ മറ്റേ കളിഞ്ഞ തല്ലി കുടിക്കും. എന്താ ഇത് കണ്ണേട്ടാ? വേണ്ട.
പറയടി എന്റെ മുഖത്ത് നോക്കി പറ ഐ ലവ് യു ഡാർലിംഗ് പറയടി ഇല്ലെങ്കിൽ ഇപ്പൊ നിന്നെ ഞാൻ- വിടാനല്ലേ പറഞ്ഞത്?